മുല്ലപ്പെരിയാറിൽ നീരൊഴുക്ക് കൂടിയതോടെ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ വീണ്ടും തുറന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് 141.77 അടിയായി ഉയർന്നിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേർന്ന്. പ്രശാന്ത്, ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വൃഷ്ടി പ്രദേശത്ത് മഴ തുടരുന്നതിനാൽ വലിയൊരു തരത്തിൽ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് കൂടുതൽ ജലം ഒഴുകിയെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 3 സ്പിൽവേ ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. ജലനിരപ്പ് 142 അടിയായപ്പോൾ തിങ്കളാഴ്ച രാത്രി 8:30 ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് പുലർച്ചെ 5:30 ഷട്ടറുകൾ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയതോടെ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് വീണ്ടും ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത്. ഇതിലൂടെ 650 ഘനയടി വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ 3 ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, വൃഷ്ടി പ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ തുടരുന്നത് വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിനിടെ ഇടുക്കി ജില്ലാ കളക്ടറും ഒപ്പം തേനി ജില്ലാ കളക്ടറും തമ്മിൽ ഇന്ന് നേരിട്ട് രണ്ടുപേരും കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ ഈ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ 140 അടിയായി കുറക്കാമെന്ന് അല്ലെങ്കിൽ നിലനിർത്താൻ നടപടി സ്വീകരിക്കുന്ന തമിഴ്നാട് കളക്ടർ വാക്കാൽ ഉറപ്പു നൽകിയ റിപ്പോർട്ടുണ്ട്. പകൽ സമയങ്ങളിൽ ജലം സ്പിൽവേ വഴി ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുക്കിവിടാനാണ് ഇതിന്റെ തീരുമാനമെന്ന് പറയുന്നു. ഇക്കാര്യത്തിലെല്ലാം തന്നെ ഇവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഷട്ടർ തുറക്കുന്ന കാര്യം 12 മണിക്കൂറെങ്കിലും നേരത്തെ അറിയിക്കണമെന്നുള്ള ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യം തമിഴ്നാട് പാലിച്ചിരുന്നില്ല. വിവരം ഇടുക്കി ജില്ലാ കളക്ടറെ അറിയിക്കാനുള്ള ഒരു നടപടി പോലും തേനി കളക്ടറുടെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല, ഷട്ടർ തുറക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ജലം ഒഴുകിയെത്തിയതിനെ തുടർന്ന് വിവിധ വീടുകളുടെ ഭിത്തിക്കടക്കം വിള്ളലുകൾ സംഭവിക്കുകയും വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒന്നും തന്നെ, അതായത് ജലം ഉയരുമ്പോൾ ഉണ്ടാകുന്ന മുന്നറിയിപ്പ് സംവിധാനങ്ങളെ കുറിച്ച് കൃത്യമായൊന്നും പറയാൻ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് നമ്മളുടെ പ്രതിനിധി പോലും, അതായത് ഈ കാര്യം ചില അവിടുത്തെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ അവരുടെ ഉദ്യോഗസ്ഥരെ അറിയിക്കുമ്പോൾ മാത്രമാണ് ആ വിവരങ്ങൾ നമ്മളുടെ മറ്റ് കളക്ടർ അടക്കമുള്ള ആളുകൾ അറിയുക. അല്ലാതെ ഒരു സ്ഥിരം സംവിധാനമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ വസ്തു. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് ഏത് രീതിയിൽ, അപകട മുന്നറിയിപ്പ് ഏത് രീതിയിൽ നൽകണം എന്നുള്ള കാര്യത്തെ കുറിച്ചും വലിയ ആശയക്കുഴപ്പം നൽകുന്നു. ഇപ്പോൾ പ്രശാന്ത്, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് തീരദേശവാസികൾക്ക് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്? ഭരണകൂടത്തിന്റെ ഒരു തീരുമാനം ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി എന്നുള്ളത് വാക്കാൽ മാത്രമാണ്. അല്ലാതെ യാതൊരു തരത്തിലുള്ള നടപടികളും അവിടെ സ്വീകരിച്ചിട്ടില്ല. ഒരു അത്യാഹിതമുണ്ടായാൽ എന്ത് സംഭവിക്കണം, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള അറിയിപ്പൊന്നും ജനങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ജനങ്ങൾ പിന്നീട് ഈ മാധ്യമങ്ങളിലൂടെ അറിയുന്ന വാർത്തക്കനുസരിച്ചാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറിച്ച് ഈ വള്ളക്കടവ് പോലുള്ള, അതായത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഒരു 3-4 കിലോമീറ്റർ ദൂരമുള്ള വള്ളക്കടവ് പോലുള്ള ആ മേഖലയിലേക്കും വണ്ടിപ്പെരിയാർ മേഖലയിലേക്കും കളക്ടർ വരികയോ ജനങ്ങളെ കാണുകയോ ചെയ്തിട്ടില്ല. റവന്യൂ അധികൃതരുടെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള സമീപനം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം തന്നെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ആ പ്രതിഷേധവും പ്രശാന്ത്, വ്യക്തമാണ്. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 141.77 അടിയായി ഉയർന്നിരിക്കുന്ന വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സഭയിൽ ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധം. സർക്കാർ തുടരുന്ന നിസ്സംഗത സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ES ബിജിമോൾ MLA അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. കേന്ദ്ര സർക്കാരിനെ ഇടപെടുത്തി ഭരണപരവും നിയമപരവുമായ ആവുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അപകടകരമാം വിധം ഉയരുന്നതിലെ ആശങ്ക ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ES ബിജിമോളാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ജനങ്ങളുടെ ആശങ്ക, സുരക്ഷ എന്നീ കാര്യങ്ങളിൽ സർക്കാർ യാതൊന്നും ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ മാനുവൽ തമിഴ്നാട് പാലിച്ചില്ല. ഇത്തരത്തിൽ ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ടായിട്ടും സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്ന് ES ബിജിമോൾ കുറ്റപ്പെടുത്തി. കോടതി നിർദ്ദേശങ്ങൾ ബാധകമല്ല എന്ന നിലപാട് തമിഴ്നാട് സർക്കാർ സ്വീകരിക്കുകയാണെന്നും ബിജിമോൾ പറഞ്ഞു. അതേസമയം ജലനിരപ്പ് 142 അടിയായി നിലനിർത്താമെന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയുമെന്നത് പരിശോധിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി PJ ജോസഫ് മറുപടിയായി സഭയെ അറിയിച്ചു. ഓപ്പറേഷൻ ഷെഡ്യൂൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് ഒറിജിനൽ കോപ്പി സുപ്രീം കോടതിയിൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ സംസാരിച്ചത്. തമിഴ്നാട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നു. ഇത് അത്യന്തം പ്രതിഷേധാർഹവും ദുഃഖകരവുമാണ്. കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിയുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ ആശങ്ക പങ്കുവയ്ക്കും. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടലിനായി ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടി കഴിയുമ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കും. സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികളിൽ തമിഴ്നാട് നടത്തുന്ന ലംഘനം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും.
ഒപ്പം നീരൊഴുക്ക് വർദ്ധിക്കുമ്പോൾ തമിഴ്നാട് വൈഗാ ഡാമിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവിൽ കുറവ് വരുത്തുന്നതടക്കം സൂപ്പർവൈസറി കമ്മിറ്റിയുടെ തീരുമാനം പാലിക്കാത്ത കാര്യങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തി ഭരണപരവും നിയമപരവുമായി ചെയ്യാവുന്നതെല്ലാം സർക്കാർ ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പു നൽകി. അതേസമയം കേരളത്തിന്റെ ശബ്ദമുയർത്താൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. മുല്ലപ്പെരിയാർ കേസിൽ തമിഴ്നാടിന് അനുകൂലമായ വിധിയുടെ ഉത്തരവാദികൾ മുഖ്യമന്ത്രിയും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയം കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. സുനിൽ അരിമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് കുറയുന്നതിനാൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ജലവിഭവ സെക്രട്ടറി റിപ്പോർട്ട്. കോടതി വിധി ഉള്ളതിനാൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. ആവശ്യമെങ്കിൽ ഇടപെടാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനുവരി 15 മുതൽ ഫെബ്രുവരി 14 വരെ CPIM സംസ്ഥാന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ജാഥ നയിക്കും. അഴിമതിക്കും വർഗീയതയ്ക്കും എതിരെയാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദില്ലി സന്ദർശനത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളുമായി കേരള ഹൗസ് സർദാർ നായരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ആരോപണം നേരിടുന്ന 2012 ഡിസംബർ 27-ന് മുഖ്യമന്ത്രിക്ക് ദില്ലിയിൽ ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിരുന്നില്ല എന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അതേ ദിവസം കൂടെ താമസിച്ചിട്ടില്ല എന്ന് വിവരാവകാശ രേഖയിൽ പറയുമ്പോൾ പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് ലെഡ്ജറിൽ പറയുന്നു. രേഖകളുടെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. ജനുവരി 15 മുതൽ ഫെബ്രുവരി 14 വരെ CPIM സംസ്ഥാന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ജാഥ നയിക്കും. അഴിമതിക്കും വർഗീയതയ്ക്കും എതിരെയാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് ജനുവരി 15-ന് തുടക്കമാകും. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി 14-ന് തിരുവനന്തപുരത്ത് അവസാനിക്കും. പിണറായി വിജയൻ ഉൾപ്പെടെ 7 പേർ സ്ഥിരാംഗങ്ങളാകും. MV ഗോവിന്ദൻ, KJ തോമസ്, PK സൈനബ, MB രാജേഷ്, PK ബിജു, A സമ്പത്ത് എന്നിവരാണ് സ്ഥിരാംഗങ്ങൾ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജാഥയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ വിശദീകരിക്കും. അഴിമതിക്കും വർഗീയതയ്ക്കും എതിരായ നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയാണ് ജാഥാംഗങ്ങളെയും തീയതിയും തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂർ വട്ടപ്പാറയിൽ സ്വകാര്യ പാറമട പ്രവർത്തിക്കുന്നത് റിസർവ് വനഭൂമിയിൽ നിന്ന് ആരോപണം. 4.5 ഹെക്ടറുള്ള പാറമടയ്ക്ക് ഖനനാനുമതി നൽകാൻ രേഖകൾ നശിപ്പിച്ചതായി ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. അനധികൃത പാറമടയെക്കുറിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് ലഭിച്ചു. 9 മാസമായിട്ടും ഖനനം തുടരുകയാണ്. പീച്ചി വട്ടപ്പാറ മേഖലയിലെ 4.5 ഹെക്ടർ ഭൂമിയിലാണ് സ്വകാര്യ പാറമട പ്രവർത്തിക്കുന്നത്. റിസർവ് വനഭൂമിയായി പ്രഖ്യാപിച്ച പ്രദേശത്ത് രേഖകളിൽ കൃത്രിമം കാണിച്ചാണ് പാറമടയ്ക്ക് അനുമതി നൽകിയതെന്ന് ജില്ലാ സർവേ സൂപ്രണ്ട് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പാറമട പ്രവർത്തിക്കുന്നത് വനഭൂമിയിലാണെന്നും പട്ടയം നൽകി പോക്കുവരവ് നടത്തിയത് ബോധപൂർവമാക്കാമെന്നും സർവേ വിഭാഗം ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ട് സമർപ്പിച്ച് 9 മാസം പിന്നിട്ടിട്ടും ജില്ലാ കളക്ടർ പാറമടയുടെ പ്രവർത്തനം തടഞ്ഞില്ല. എത്രയും പെട്ടെന്ന് അവർ ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ അതിനുള്ള ഒരു നടപടികളും കളക്ടർ സ്വീകരിച്ചിട്ടില്ല. 20 വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനി 2012-ലാണ് ഖനനാനുമതി സ്വന്തമാക്കിയത്. പാറമടയുടെ പ്രവർത്തനം മൂലം സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് ജീവിക്കാനാവാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പ്രതികരിച്ചു. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വന്ന് കല്ല് വീഴുക, വീടുകളെല്ലാം വെട്ടിക്കീറുക, പിണ്ടുകീറുക എന്നുള്ളതാണ്. ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നാലെ സർവേ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് ലഭിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെടാത്തത് സംശയങ്ങൾക്ക് വഴിവെക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെയും AAYFന്റെയും നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. നിയമസഭയ്ക്ക് 100 മീറ്റർ അകലെ മാർച്ച് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് നേരിയ സംഘർഷം ഉടലെടുത്തു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ 10 കോടി രൂപ 14-കാരിയായ പെൺകുട്ടിയെ പള്ളിമേടയിൽ വെച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ വൈദികൻ അറസ്റ്റിൽ. തൃശൂർ അരിപ്പാലം പാതിശ്ശേരി വീട്ടിൽ എസ്വിൻ ഫിഗ്രോസ് ആണ് അറസ്റ്റിലായത്. ഇയാൾ കഴിഞ്ഞ മാസമായി ഒളിവിലായിരുന്നു. കേരള കേബിൾ TV ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന കേബിൾ TV ഡിജിറ്റൽ എക്സിബിഷൻ ABCD എക്സ്പോ ഈ മാസം 10 മുതൽ 12 വരെ കൊച്ചിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 10-ന് രാവിലെ 10 മണി മുതൽ കൊച്ചി മേയർ സൗമിനി ജെയിൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. 15ഓളം ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കമ്പനികളും പ്രദർശനത്തിൽ പങ്കെടുക്കുമെന്ന് KCF ഭാരവാഹികൾ അറിയിച്ചു.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളം കിരീടം നിലനിർത്തി 241 പോയിന്റോടെയാണ് എറണാകുളത്തിന്റെ കിരീട നേട്ടം. പാലക്കാടിനാണ് രണ്ടാം സ്ഥാനം. ഫോട്ടോ ഫിനിഷിൽ പറളിയെ പിന്തള്ളി മാർബേസിൽ സ്കൂൾ ചാമ്പ്യൻ പട്ടം നേടി. വിവരങ്ങളുമായി സ്വാലിഹ് ചേർന്നു. സ്വാലിഹ്, എറണാകുളവും പാലക്കാട് നമ്മൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിയത്. എറണാകുളം അവസാനം കിരീടം സ്വന്തമാക്കി. എങ്ങനെ വിലയിരുത്താം ഈ മത്സരത്തെ? ജൂലി, തുടർച്ചയായ മൂന്നാം തവണയാണ് എറണാകുളത്തിന്റെ കിരീട നേട്ടം. 241 പോയിന്റ് നേടിയാണ് എറണാകുളം ജില്ല ചാമ്പ്യന്മാരാവുന്നത്. 25 സ്വർണവും 28 വെള്ളിയും 18 വെങ്കലവുമാണ് എറണാകുളം സ്വന്തമാക്കിയത്. രണ്ടാം സ്ഥാനത്തെത്തിയ പാലക്കാടിന് 225 പോയിന്റാണ് ലഭിച്ചത്. അതിൽ 24 സ്വർണവും 23 വെള്ളിയും 21 വെങ്കലവുമുണ്ട്. ആതിഥേയരായ കോഴിക്കോട് 130 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തെത്തി. കോതമംഗലത്തെ മാർബേസിൽ സെന്റ് ജോർജ് സ്കൂളുകളുടെ കരുത്തിലായിരുന്നു എറണാകുളത്തിന്റെ നേട്ടം. അതേസമയം പാലക്കാട് ജില്ലയുടെ നേട്ടം പറളി, കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പ്രകടനത്തിലായിരുന്നു. അവസാന നിമിഷം വരെ ഉദ്യോഗം നിറഞ്ഞ മത്സരമായിരുന്നു സ്കൂൾ തലത്തിൽ നടന്നത്. പറളി ഹയർ സെക്കൻഡറി സ്കൂളും എറണാകുളം മാർബേസിലും തമ്മിൽ വലിയ മത്സരമാണ് അവസാന നിമിഷം നടന്നത്. റെക്കോർഡുകളുടെ എണ്ണത്തിലും വലിയ നേട്ടമാണ് 59ാമത് സംസ്ഥാന സ്കൂൾ കായികമേള സാക്ഷ്യം വഹിച്ചത്. 23 റെക്കോർഡുകൾ പിറന്നു. പുറമെ റെക്കോർഡിനൊപ്പം എത്തുന്ന 2 പ്രകടനങ്ങളും 13 പേർ നാഷണൽ റെക്കോർഡ്. വ്യക്തമാണ്. 59ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളം കിരീടം നിലനിർത്തിയ വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്. വർഗീയത വളർത്തി സ്വന്തം സ്ഥാനം വളർത്താൻ ശ്രമിക്കുന്നവർ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് എരുമേലി എന്ന ചെറിയ പട്ടണം. മതസൗഹാർദ്ദം വിളംബരം ചെയ്യുന്ന എരുമേലി കേരള ജനതയ്ക്ക് കാട്ടിത്തരുന്നത് വർഗീയതയില്ലാത്ത മലയാളക്കരയെയാണ്.